വിവാഹ വാർഷികമൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നാൽ കേട്ടോ. പറയുമ്പോൾ ഞാൻ വലിയ ഭക്തിയൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അമ്പലത്തിൽ വന്നില്ലേ അത് ഭയങ്കര മോശമുള്ള കാര്യമല്ലേ. കാര്യം ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ അമ്പലത്തിൽ വരേണ്ടത് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ എന്നോട് ആ ഒരു ദിവസം കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ഞാൻ പുലർച്ചെ എണീച്ചിട്ട് അമ്പലത്തിൽ വരണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എണീറ്റപ്പോൾ നല്ലോണം 6:30 ആയിട്ടുണ്ട്, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. കാരണം രാത്രി വാട്സപ്പൊക്കെ നോക്കി കിടക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ടൈം ലേറ്റ് ആയിട്ടുണ്ട്. ടൈം വൈകിയപ്പോൾ ആകെ കയ്യിൽ പോയി. എന്തായാലും ഞങ്ങൾ വേഗം കുളിച്ച് പുറപ്പെട്ട് വന്നതാണ്. അപ്പോൾ വന്നേപാടെ നേരെ കൗണ്ടറിൽ പോയി ചീട്ടാക്കി. നമ്മുടെ ഇവിടെ അലച്ചാട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് വന്നത്. നേരെ കയറി കൃഷ്ണനെ കണ്ട് തൊഴുതു. അതിനുശേഷം മെയിൻ വന്നതെന്ന് പറയുന്നത് താലി, എൻ്റെ വലിയ താലി മാറ്റിയൊന്നും പൂജിക്കണം എന്നുണ്ടായിരുന്നു, ചെറിയ താലിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനൊരു നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് താലിയൊക്കെ പൂജിച്ച്. അപ്പോൾ അവിടുത്തെ നമ്പൂരി പറഞ്ഞു ഞങ്ങളോട് ഭദ്രകാളീൻ്റെ പ്രസാദം തരാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്തുള്ള ഭദ്രകാളീൻ്റെ ക്ഷേത്രത്തിൽ തൊഴുന്ന സമയം കൊണ്ട് ഞാൻ ദേവീൻ്റെ കയ്യിൽ നിന്ന് ചുവന്ന കുങ്കുമൊക്കെ കിട്ടിയിട്ടോ. പിന്നെ അതിനുശേഷം പായസത്തിന് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു അവിടെ തന്നെ. അപ്പോൾ അമ്പലത്തിൻ്റെ മുമ്പും തന്നെ ഇതാ ഈ ചെറിയ കുട്ടിത്താലി ഞാൻ എൻ്റെ മാലയിലേക്ക് മാറ്റിയിട്ടോ. ഇതിനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് താലി ഇടുന്നതിനെക്കാട്ടും വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിൽ മാത്രം. താലിച്ചേട്ടലിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവരൊന്നും ഞാൻ അവഗണിച്ച് പറയുന്നതല്ല, അവരുടെയൊക്കെ വിശ്വാസം നല്ല. താലി എത്ര ഉറപ്പ് കിട്ടിയിട്ടും കാര്യമില്ല, നമ്മളുടെ പരസ്പരമുള്ള വിശ്വാസം സ്നേഹം അതിലാണ് കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ദൈവം സഹായിച്ച് ഞാൻ ഇന്ന് വരെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, അപ്പോൾ ഇതുവരെ ഞാൻ ആത്മാർത്ഥതയോടെ ഒരു ദിവസം പോലും താലി ഇട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ലൈഫ് ഇതുവരെ നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി ദൈവം സഹായിച്ച് അങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം കൂടെ ഉണ്ടാവും. കാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരുപാട് സിന്ദൂരം വാരി വിതറി പൂശിയത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ മാല കഴുത്തിലിട്ട് താലിമാല കഴുത്തിലിട്ട് നടന്നുകൊണ്ടോ കാര്യമില്ല. അത് ചെയ്യുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, അതുണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എൻ്റെ ഒരു വിശ്വാസം വെച്ചിട്ട് ആത്മാർത്ഥമായ സ്നേഹം അല്ലെങ്കിൽ പരസ്പര വിശ്വാസം, അതാണ് എല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് എൻ്റെ വിശ്വാസം മാത്രമാണ് കേട്ടോ, എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ.